ഗംഭീരമായി. ഡൽഹി എന്നുള്ളൊരു കൊല, ഈ വാഴക്കൊല ഇതാർക്ക് സമ്മാനിക്കും? വായിലൂടെ തള്ളിക്കൊടു. ഡൽഹിയാണോ? ഡൽഹി. പിപിക്ക് 2 എണ്ണം കൊടു. ബ്രിജിന് പാടാനുള്ള 2 എണ്ണം കൊടുക്കും. റീത്തിന് പ്രത്യേകിച്ച് പറഞ്ഞു വെച്ചോടാ. ഈ തൃശ്ശൂർ പഴം പിടിച്ചോളൂ. ഓക്കെ. ബിപി ഇത്തിരി എനിക്കൊരു കാര്യം മനസ്സിലായി. ആഷ്മി കൊലയുമായിട്ട് ഡൽഹിയിൽ നിന്ന് വന്ന് നമ്മളെയൊക്കെ പഴം തിന്നികളാക്കാനാണെന്നുള്ളത്. ഇത് ഡൽഹിയിൽ നിന്ന് തന്നെയാണോ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് മേടിച്ചുകൊണ്ടാണോ? സത്യസന്ധമായിട്ട് പറയണം. നെടുമ്പാശ്ശേരി. അപ്പൊ ആഷ്മിക്ക് ഇത്രയും പ്രേക്ഷകരുടെ പിന്തുണ ഇന്ന് എനിക്ക് മനസ്സിലായി. സ്നേഹം. അവരെ എന്നെ ഇഷ്ടപ്പെട്ടു പോയി അല്ലേ? എന്താ ചെയ്യുക ആഷ്മി, എന്നെ ഇഷ്ടപ്പെട്ടു പോയി. ഇത് പറഞ്ഞ വേറെ ആള് കേരളത്തിലുണ്ട്, മോഹൻലാലിന് ശേഷം ആഷ്മി താജ് ഇബ്രാഹിം. ഡൽഹി വാസം എങ്ങനെ ഉണ്ടായിരുന്നു? ആരെയും ചവിട്ടി കൂട്ടിയോ? ഇല്ല. ഡൽഹിയാണല്ലോ. സീതാറാം യെച്ചൂരി സങ്കടമായി പോയി. യാത്രയപ്പ് നൽകിയതിനു ശേഷം ഫ്ലൈറ്റ് 4 മണിക്കായിരുന്നു. കയറി നേരെ വരുവോ ഒരു കൊലയും മേടിച്ചു. ഈ ആഷ്മിയുടെ ഒറിജിനൽ സംഭവം അറിയണമെങ്കിൽ തലക്കെട്ടെന്ന് കഴിക്കണം. പക്ഷേ വലിയ പാടല്ലേ? ടിൻഡോ പറയുന്നത് അഴിച്ചു കഴിഞ്ഞാൽ മുടി മൊത്തം കുളമായി പോകും. പറഞ്ഞത് ടിൻഡോ നല്ല കാര്യങ്ങൾ പറയാറില്ല. അഴിക്കണ്ട. ഓക്കെ, റെഡിയാ. അപ്പൊ നമുക്കേ നമുക്ക് ഈ ലോകമെമ്പാടും പ്രവാസികൾ ഓണം ആഘോഷിക്കുന്നുണ്ട്. അവരൊക്കെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകളൊക്കെ സ്ക്രീനിൽ നോക്കി നമ്മളെ ചീത്ത വിളിക്കുന്നുണ്ട്. വേറെ പണിയൊന്നുമില്ലടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ പ്രേക്ഷകർ നമുക്ക് ഒന്നേ പറയുള്ളൂ, നമുക്ക് ഇതാ പണി, നമുക്ക് ഇത് തന്നെയാ പണി, ഇതേ ചെയ്യൂ. നമുക്ക് പണി തന്നാൽ നമ്മൾ തിരിച്ച് പണിയത്തില്ല അല്ലേ? കാര്യം നമുക്ക് സ്നേഹമാണ്.